നമസ്കാരം. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ബക്രീദുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉണ്ടായത്. പെരുന്നാൾ പെരുന്നാൾ ആഘോഷം തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിവാദമുണ്ടാക്കി അണികളുടെ ആവേശം കൂട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ വീണ വിജയന്റെ ED റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ട് CPM നേതാക്കൾ ചെയ്തതുപോലെ, നേതാക്കളുടെ ആഹ്വാനപ്രകാരം അണികൾ ചെയ്തതുപോലെ ആവശ്യമില്ലാത്തതാണ്. കാര്യം വീണ വിജയൻ ആരുമല്ലല്ലോ, പാർട്ടിയുടെ ആരുമല്ല. ആ നിലയ്ക്ക് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ടത് പറയുന്നുണ്ട്. ഏതാണ്ട് അതുപോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നുകൂടി കടന്നിട്ടാണ് ഈ പെരുന്നാൾ ആയിട്ട് ബന്ധപ്പെട്ട്, ബക്രീദുമായി ബന്ധപ്പെട്ട്, ബലിയെറുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില വിവാദങ്ങളും ചില നിയമങ്ങൾ നടപ്പിലാക്കുന്നതുമൊക്കെ ശ്രമിച്ചത്. പക്ഷേ കൂനിമിഴ കുരു എന്ന് വന്നവണ്ണം അത് നേരെ തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് ഗോ കർഷകർ അല്ലെങ്കിൽ കന്നുകാലി കർഷകർ അവർ പെട്ടു. അവർക്ക് ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ജീവിക്കുന്നവരാ. ഈ മുസ്ലിം യുവാക്കൾ അല്ലെങ്കിൽ മുസ്ലിം ആൾക്കാർ, ഈ മാംസം വിതരണം ചെയ്യുന്നവരും വിൽപ്പനക്കാരും ഒക്കെ അവർ മനുഷ്യന്മാരാണല്ലോ, ചോരയും നീരും അവർക്കുണ്ടല്ലോ. അവർക്ക് ജീവനിൽ ഭയമുള്ളത് കൊണ്ട് തൽക്കാലം ഗോമാംസം അല്ലെങ്കിൽ പശു, കാള പോലെയുള്ള ഒന്നും തന്നെ ആ മേഖലയിൽ അടുക്കണ്ട. അത് അവരുടെ ഒരു ഭക്തി, അവരുടെ ഒരു വിശ്വാസം, അവരുടെ ആരാധന, അത് അതിലേക്ക് പോകട്ടെ എന്ന ഒരു ധാരണയിലേക്ക് പോയി. ഇവിടെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു വെക്കട്ടെ. അത് വിവാദമാക്കിയിട്ടൊന്നും കാര്യമില്ല, സത്യമാണത്. ഈ ഗോമാത എന്ന സങ്കല്പം ഒരു കപട വിശ്വാസമാണ്. ഒരു തരത്തിലും ഈ ഗോമാത എന്നതിനെ അവർ വിശ്വാസമായിട്ട് കണക്കുകൂട്ടുന്നേയില്ല. അത് ഒരു വിഭാഗത്തെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് മാത്രമാണ്. അല്ലാതെ ഗോ എന്ന് പറഞ്ഞാൽ, പശു എന്ന് പറഞ്ഞാൽ അവർക്ക് മാതാവുമല്ല, അതിനെ അവർ ബഹുമാനിക്കുന്നുമില്ല, ആദരിക്കുന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം 14 വയസ്സായി കഴിഞ്ഞാൽ അതിനെ അറുത്ത് ഭക്ഷിക്കാം എന്ന് പറയുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും വീട്ടിലെ നമ്മുടെ അമ്മ പ്രായമായുമ്പോൾ മുത്തശ്ശിയായി മാറും, അവർക്ക് പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പേരക്കുട്ടികൾക്ക് ഈ മുത്തശ്ശീനെ അറുത്ത് കഴിക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടോ? അല്ലെങ്കിൽ അത് മനസ്സ് വെക്കോ? നമ്മുടെ അമ്മ വയസ്സായി പ്രായമായി, ആ വീട്ടിനൊന്നിനും പറ്റില്ല, പിന്നെ പണിയെടുക്കാനും പറ്റില്ല, ഒന്നിനും പറ്റാതെ നമുക്കൊരു ബാധ്യതയാകുന്നു എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ നടതള്ളുകയാണോ ചെയ്യുന്നത്? അതോ അറുത്ത് മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ സംഭവിക്കുന്നത് നടതള്ളലാണ്. ഉത്തരേന്ത്യയിലേക്ക് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ കാണാം, ട്രെയിൻ പാളത്തിന്റെ സൈഡിനൊക്കെ തീവണ്ടി ഇടിച്ച് ചത്ത് അവിടെ കിടന്ന് അഴുകി എല്ല് കഷ്ണമായി മാറിക്കിടക്കുന്ന ഒരുപാട് പശുക്കളെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ അവർക്ക് ഗോമാത ആണെന്നുണ്ടെങ്കിൽ അവരുടെ വാർദ്ധക്യത്തിലും അവർ അതിനെ സംരക്ഷിക്കുകയും അതിനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ആചാരപൂർവ്വം അതിനെ ഒന്ന് മണ്ണിലൊന്ന് കുഴിച്ചിടാനെങ്കിലും തയ്യാറാകുകയും ചെയ്യും. അതങ്ങനെ കിടന്ന് ചീഞ്ഞ് നാറില്ല. ഇതാണ് ഇതിന്റെ വസ്തുത. 14 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ, അതുപോലെ മറ്റെന്തെങ്കിലും ഉപയോഗമില്ലാത്തൊരു സാഹചര്യം വന്നാൽ ഗോമാത അല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ്. അത് കപടഭക്തിയാണ്. ഈ രാജ്യത്ത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള മതവർഗീയ വിഷം വിതറാൻ വേണ്ടിയിട്ടുള്ള, രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ കലഹിപ്പിക്കാനുള്ള, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുമുള്ള ഒരു ഒറ്റമൂലിയായിട്ട് മാത്രമാണ് ഈ ഗോമാതാവിനെ ഉപയോഗിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഗോമാതാവിന്റെ മാംസം അത് കഴിഞ്ഞ പെരുന്നാളിന് അത് അറക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചു. അതിപ്പോൾ കഴിഞ്ഞ ദിവസം കർണാടകയിലും എത്തി. ഇന്ത്യ മുഴുവൻ ഏകദേശം ഒരു ട്രെൻഡായിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാവകാശം സംഘപരിവാറിന്റെയും RSSന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ അണികളുടെ നേതൃത്വത്തിലുള്ള അറവുശാലകളിലേക്ക് ഈ പശുക്കളെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോയിട്ട് അവർക്ക് അവിടെ നിന്ന് ബീഫ് കയറ്റുമതി ചെയ്യാം, കൂടുതൽ ഇറച്ചി കയറ്റുമതി ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ വസ്തുത മനസ്സിലാക്കി ഇനി അറേബ്യൻ രാജ്യങ്ങളും ബീഫ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളും കൂടി ബീഫ് നിരോധിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ബീഫ് വേണ്ടെന്ന് തീരുമാനിക്കുകയും കൂടെ ചെയ്താൽ, ഇന്ത്യൻ മുസ്ലിങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചതുപോലെ, കാരണം ഇവിടുത്തെ ഭക്തിയും വിശ്വാസമല്ലേ, മാതാവല്ലേ, അവരതിനെ പൂജിക്കട്ടെ, ആദരിക്കട്ടെ, അതുമേ പോണ്ട, നമുക്ക് തൽക്കാലം ആടോ പോത്തോ എരുമയൊക്കെ മതി എന്ന് തീരുമാനിച്ചപ്പോൾ, അല്ലെങ്കിൽ കോഴിയൊക്കെ മതി എന്ന് തീരുമാനിച്ചതുപോലെ അവർ വിചാരിക്കാൻ അത് ഗോമാതാക്കൾ ഇന്ത്യയിലെ ഒരു കൂട്ടം വലിയൊരു വിഭാഗം, ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തെ ഭക്ഷിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഈ ബീഫ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളോട് തീരുമാനിച്ചാൽ ഇവിടുത്തെ കാര്യം ഏകദേശം ഒരു തീരുമാനമാവും. ഇപ്പോൾ ബീഫിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ പാലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വാർത്തയാണ് കണ്ടുവരുന്നത്. പശുവിന്റെ പാലിലും മതം തിരയുന്ന ഒരു ഇന്ത്യ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ ഇന്ത്യ എങ്ങോട്ടാണ് പോണത് എന്നാണ്. നമ്മളിന്ന് ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ് ആണോ എന്ന് നമുക്ക് സംശയമാണ്. 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നാണ് ഞാനൊക്കെ കരുതുന്നത്. മനുഷ്യരാശി എന്ന് പറഞ്ഞൊരു കൃത്രിമ ബുദ്ധിയുടെയും ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെയൊക്കെ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടം. ലോകം മുഴുവൻ ഡിജിറ്റലൈസേഷനിലേക്കും
ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയും അതിന്റെ ഭാഗമാണ് എന്ന് നാം അഭിമാനത്തോടെ പറയാറുണ്ട്. നമ്മുടെ സാറ്റലൈറ്റ് ആയാലും നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ ആയാലും ഒക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിൽ ഒന്ന് ഇന്ത്യയുടേതാണ്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ ദൗത്യങ്ങൾ അയക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പുകളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ പുതിയ കേന്ദ്രമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആവർത്തിച്ച് നമ്മൾ പറയുകയും ചെയ്യുന്നു. മീഡിയകളിലൂടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മളത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തിളക്കമാർന്ന ഈ ചിത്രത്തിന്റെ മറുവശത്ത് മറ്റൊരു ഇന്ത്യ അതിനേക്കാൾ വേഗത്തിൽ വളരുന്നുണ്ട് എന്നതാണ് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തത്, എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതും. ഒരു മനുഷ്യനെ അവന്റെ സ്വഭാവം നോക്കിയിട്ടോ അല്ലെങ്കിൽ അവന്റെ അധ്വാനം നോക്കിയിട്ടോ അല്ല, അവന്റെ ജാതിയും മതവും നോക്കി വിലയിരുത്തുന്ന ഒരു ഇന്ത്യ മറുഭാഗത്ത് വളർന്നു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക വളർച്ച എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കേണ്ടി വരികയാണ്. അവൻ എന്താണ് വിൽക്കുന്നത് എന്നതല്ല ഇപ്പോൾ പ്രാധാന്യമുള്ളത്, അവന്റെ പേരെന്താണ് എന്നാണ്. ചിലരുടെ ആ ചോദ്യം അന്ന് കയറിയാൽ തന്നെ സാധനം വാങ്ങുന്നതിന് മുമ്പ് അവന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതിന് മുമ്പ് കച്ചവടക്കാരന്റെ മതം അന്വേഷിക്കുന്ന ഒരു ഇന്ത്യ എന്ന നിലയിലേക്ക് ഈ ശാസ്ത്ര ഇന്ത്യ മാറി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്ന്. പശുവിന്റെ പാലിൽ പോലും മതം തിരയുന്ന ഒരു ഇന്ത്യ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്ന് ചില പ്രദേശങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന ദൃശ്യങ്ങൾ ജനാധിപത്യ സമൂഹത്തെ സ്നേഹിക്കുന്ന ഏതൊരാളെയും ആശങ്കപ്പെടുത്തുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഒരു പാൽക്കടയിൽ ഒരാളെത്തുന്നു, പാല് വാങ്ങാൻ വേണ്ടിയല്ല അവർ ആദ്യം അന്വേഷിക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുന്നതിന് മുമ്പ് QR കോഡിൽ തെളിയുന്ന അവരുടെ പേരാണ്. വന്ന ഉടനെ പാലിന്റെ വില ചോദിക്കുന്നു. പാല് വാങ്ങുന്നതിന് മുമ്പ് QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിനുള്ളിൽ ഏത് പേരാണ് തെളിഞ്ഞു വരുന്നത് നോക്കാം. പേര് തെളിയുമല്ലോ, കമ്പനി ആയാലും പേരായാലും എന്തായാലും. ആ പേര് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയുടേതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വാക്കേറ്റം തുടങ്ങും, ആക്രോശം തുടങ്ങും, ഭീഷണി തുടങ്ങും, അങ്ങനെ പല കാര്യങ്ങളും തുടങ്ങും. കാരണം ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ അവൻ ഗോമാതാവിന്റെ പാല് വിൽക്കാൻ പാടില്ല. പശു എന്ന് പറയാൻ പോലും അവന് യോഗ്യതയില്ല. അവന്റെ വേദപുസ്തകത്തിൽ വളരെ ആദരിക്കപ്പെട്ട ഒരു മൃഗമായി എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബക്കറ, അതിന്റെ പേര് തന്നെ ബക്കറ എന്നാണ്, പശു എന്നാണ്. അങ്ങനെ പശു എന്ന ഒരു മൃഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മൃഗം അല്ലേ? അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ ബഹുമാനിച്ച് ആദരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിനോട് പറയാണ്, അവന്റെ വേദപുസ്തകത്തിലും പശു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, പശു എന്ന് നീ മിണ്ടിപ്പോരുത്, നീ പശുവിന്റെ പാല് വിൽക്കാൻ പാടില്ല, പശുവിന്റെ മാംസത്തേക്ക് തൊടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, പശു എന്ന് പറയുന്ന 2 അക്ഷരം നീ മിണ്ടാൻ പാടില്ല എന്ന്. ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്താണ് QR കോഡിൽ തെളിയുന്ന പേര് നോക്കിയിട്ട് മനുഷ്യനെ മതം നോക്കി തരംതിരിക്കുന്ന അവസ്ഥയിലേക്ക് ചിലർ അല്ലെങ്കിൽ ഒരു വിഭാഗം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നൊരവസ്ഥയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്. ഒരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിറ്റുകൊണ്ട് കുടുംബം പോറ്റുന്ന ഒരു പാവപ്പെട്ട കച്ചവടക്കാരൻ, അവനെ തടഞ്ഞു നിർത്തിയിട്ട് നിന്റെ പേരെന്താ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളഞ്ഞുകൂടി ഒരു പറ്റം നിൽക്കുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ അവർ തന്നെയാണ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. അയാൾ വിൽക്കുന്ന പച്ചക്കറിയുടെ ഗുണമോ അതല്ലെങ്കിൽ അതിന്റെ വിലയോ ഒന്നും അല്ല അവർക്ക് അറിയേണ്ടത്, അയാൾ ഏത് മതക്കാരനാണ് എന്നാണ്. ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് അന്നം കണ്ടെത്താൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ അവന്റെ മതപരമായിട്ടുള്ള തിരിച്ചറിയല്, അവന്റെ പേര് നോക്കിയിട്ട് അവന്റെ ഉപജീവന അവകാശത്തെ നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സമൂഹം മാറിപ്പോകുന്നുണ്ടെങ്കിൽ എത്രത്തോളം അപകടകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പുരോഗതിയും ഒക്കെ അളക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കെട്ടിടങ്ങളുടെ ഉയരം അല്ലെങ്കിൽ അതിന്റെ ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണമോ ഇതൊന്നും കൊണ്ടിട്ടല്ല, മറിച്ച് നമ്മളിവിടെ ജീവിക്കുന്ന മനുഷ്യര് പരസ്പരം എത്രത്തോളം ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്നു, ആദരവോടെ നമ്മൾ മറ്റുള്ളവരെ കാണുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ജനാധിപത്യം ആഗ്രഹിക്കുന്ന, മതേതരത്വം ആഗ്രഹിക്കുന്ന, സാഹോദര്യത്വം ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇന്ന് നമ്മുടെ മുന്നിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, നാം സാങ്കേതികമായി മുന്നോട്ട് പോവുകയാണോ അതോ സാമൂഹികമായിട്ട് പിന്നോട്ട് നടക്കുകയാണോ? ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാഷ്ട്രീയം കളിക്കുന്ന ശക്തികളെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ രാഷ്ട്രീയത്തിന് വേണ്ടി, അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി, അവർക്ക് സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി ജാതിയും മതവും പശുവും മറ്റും എല്ലാം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭരണാധികാരികൾ ജനങ്ങളെ ഇതുപോലെ ഭിന്നിച്ചു ഭരിപ്പിക്കുന്ന ഒരു രീതി സ്വീകരിച്ചിട്ടെന്ന് കാണുകയും ചെയ്യാം. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ തൊഴിലില്ലായ്മയെക്കുറിച്ച് ചോദിക്കും, വിലക്കയറ്റത്തെക്കുറിച്ച് ചോദിക്കും, വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കും, ഭരണപരാജയങ്ങളെക്കുറിച്ച് ചോദിക്കും.
പക്ഷെ ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭജിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവർ പരസ്പരം പോരാടുന്നതിൽ തിരക്കിലാവും. അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകും. അങ്ങനെ രക്ഷപ്പെട്ട് പോവാം. അതുകൊണ്ടാണ് ചില രാഷ്ട്രീയ ശക്തികൾക്ക് വികസനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം വിദ്വേഷ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ കെട്ടും പാടും ഇറക്കി ഇറങ്ങിപ്പോണത്. സ്വന്തം ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി ഈ ഭരണാധികാരികൾ ജനങ്ങളുടെ വികാരങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി അവർ സമൂഹത്തെ നിരന്തരം വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി അവർ അയൽക്കാരനെ പോലും ശത്രുക്കളായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കളിയുടെ ഏറ്റവും വലിയ ഇരകൾ സാധാരണക്കാരായിട്ടുള്ള ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സാഹോദര്യത്തോടെ, സൗഹൃദത്തോടെ, രാഷ്ട്രബോധത്തോടെ, പൗരബോധത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഓരോ മനുഷ്യനുമാണ് എന്ന് മനസ്സിലാക്കണം. ഒരു ചെറിയ ചായക്കട നടത്തുന്ന ആളോ, ഒരു പച്ചക്കറി കച്ചവടക്കാരനോ, ഒരു പാൽ വിതരണക്കാരനോ, ഒരു തുണി കച്ചവടക്കാരനോ ഇവർക്കൊന്നും വലിയ രാഷ്ട്രീയ ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തെ പോറ്റാൻ ആവശ്യമായ ഒരു വരുമാനം, അത് മാത്രം മതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഇറക്കി വിടുന്ന വിദ്വേഷ പ്രചരണങ്ങൾ, മതപരമായിട്ടുള്ള വെറികൾ, ഇതൊക്കെ ആദ്യം ബാധിക്കുന്നത് ഈ കൂട്ടരെയാണ് എന്ന് മനസ്സിലാക്കണം. സമൂഹത്തിൽ രണ്ട് വയറും അല്ലെങ്കിൽ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ വേണ്ടി പണിയെടുക്കുന്ന ഈ പട്ടിണി പാവങ്ങളെ അല്ലെങ്കിൽ ഈ സാധുക്കളെ, ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാത്ത ഈ സാധുക്കളെയാണ് ഇത് ആദ്യം ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ അവരുടെ മതം കാരണം ആളുകൾ അവരുടെ കച്ചവടം മാറ്റി വേറെ എവിടെയെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഭാഗത്തിനും അവരുടെ കച്ചവടം നഷ്ടപ്പെടും, അവരുടെ ജീവിതം നഷ്ടപ്പെടും, അവരുടെ ആഹാരം നഷ്ടപ്പെടും, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും, അവരുടെ ജീവിത സ്വപ്നങ്ങൾ തകരും. അതിലും ഗുരുതരമായ മറ്റൊരു അപകടമുണ്ട്. ഇത്തരം പ്രചരണങ്ങൾ സമൂഹത്തിൽ വിശ്വാസത്തെ നശിപ്പിക്കും. മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ കെട്ടുറപ്പാണ്. ആ ഒരുമ എന്ന് പറയുന്നത്, ഐക്യം എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ ഭാരതം എന്ന ഒരു സങ്കല്പം ഉണ്ടായ കാലം മുതൽ വിവിധ മതങ്ങളിലും ജാതികളിലും പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. പരസ്പരം വിവാഹങ്ങളിലും ആഘോഷങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ പങ്കുചേരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ജാതീയതയും മറ്റു കാര്യങ്ങളുമൊക്കെ കൂടിയതിന് ശേഷവും അത്തരത്തിൽ സാഹോദര്യത്തോടെ ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറ്റവും അടുത്ത് ഇന്ന് മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ ആ വിശ്വാസ ബന്ധങ്ങൾ എവിടെ പോയി, എങ്ങോട്ട് പോയി മറഞ്ഞു എന്ന് ചിന്തിക്കേണ്ടി വരികയാണ്. അയൽവാസിയെ സംശയത്തോടെ കാണാൻ തുടങ്ങുകയാണ്. സഹപ്രവർത്തകനെ മതത്തിന്റെ കണ്ണിലൂടെ വിലയിരുത്താൻ തുടങ്ങുകയാണ്. സൗഹൃദങ്ങൾക്ക് പകരം ഭിന്നതകൾ വളർന്നു വരികയാണ്. ഇതാണ് ഒരു സമൂഹത്തിന്റെ തകർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത്. വിദ്വേഷം ഒരു രോഗം പോലെയാണ്. അത് ആദ്യം ചില വ്യക്തികളെ ബാധിക്കും, പിന്നീട് കുടുംബങ്ങളെ ബാധിക്കും, അതിനുശേഷം സമൂഹത്തെ മുഴുവൻ ബാധിക്കും. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അത് അടുത്ത തലമുറയിലേക്ക് വളരെ എളുപ്പത്തിൽ പടരും എന്നാണ്. കുട്ടികൾ മുതിർന്നവരിൽ നിന്ന് അതെല്ലാം പഠിച്ചെടുക്കും. മനുഷ്യനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുക്കാൻ നാം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ അവർ കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ കുട്ടികൾക്ക് നാം കൈമാറാൻ പോകുന്ന രാജ്യത്തിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പശുവിന്റെ പാലിൽ ജാതിയോ മതമൊന്നുമില്ല, പച്ചക്കറിക്കും ജാതിയും മതമൊന്നുമില്ല. വിശക്കുന്ന മനുഷ്യന്റെ വയറിന് ജാതിയും മതമുണ്ട് എന്ന് എവിടെയും എഴുതി വെച്ചായിട്ട് ഒരു കിതാബിലും ഞാൻ കണ്ടിട്ടില്ല. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന മനുഷ്യന്റെ വിയർപ്പിനും മതമില്ല. മതം നോക്കി വാങ്ങുന്ന പാല് ശരീരത്തിന് എന്തെങ്കിലും അധിക പോഷണം നൽകുമെന്നാരും കരുതേണ്ടതുമില്ല. മനുഷ്യത്വമാണ് മനുഷ്യ സമൂഹത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കാണാനുള്ള ഈ നമ്മുടെ കഴിവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ജാഗ്രത പാലിച്ചേ പറ്റൂ. വേറെ ഒരു രക്ഷയില്ല. ഇവിടെ വിദ്വേഷത്തെ സാധാരണവൽക്കരിച്ചുകൊണ്ട് അതൊരു കാര്യമാണ് എന്നങ്ങ് പറയാണ്. അത് തിരിച്ചറിയണം. അങ്ങനെ പ്രചരിപ്പിക്കുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ജനങ്ങളെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനായിട്ട് ശ്രമിക്കുന്ന ഇത്തരക്കാരെ ചോദ്യം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ ഭിന്നതയല്ല, ഐക്യമാണ് ഈ രാജ്യത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചിലവന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവരെ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ആട്ടി ഓടിച്ചിട്ടുണ്ട്. ആ ഐക്യമാണ് ഇന്ന് തകർക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ മഹത്തായ ഒരു രാജ്യമാക്കി മാറ്റിയത് മതവിദ്വേഷമല്ല, നൂറ്റാണ്ടുകളായിട്ട് വ്യത്യസ്ത വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ജീവിത അനുഭവങ്ങളാണ്. ആ പാരമ്പര്യം സംരക്ഷിക്കുക എന്നതാണ് ഇന്ന് ഓരോ പൗരന്റെ കടമയും ഉത്തരവാദിത്വമായി നമ്മൾ ഏറ്റെടുത്ത് വെക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.